ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഇത് നോർവീജിയൻ കടലിൽ നിന്ന് കിട്ടുന്ന സാൽമൺ ഫിഷാണ്. ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള സാൽമൺ ഫിഷ് കേരള സ്റ്റൈലിൽ എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. ഫ്രൈ റെഡിയാക്കുന്നതിന് വേണ്ടി 2 പീസ് സാൽമൺ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു പീസ് 200 ഗ്രാമാണ് വരുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഫിഷ് മസാലയാണ്. ഫിഷ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല കൈകൊണ്ട് ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഫിഷ് ഇതുപോലെ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ആവുമ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാൽമൺ ഫിഷ് കൂടുതലായും ഗ്രില്ല് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. സോൾട്ട്, പെപ്പർ പൗഡർ, ലെമൺ ജ്യൂസ്, ഇറ്റാലിയൻ ഹെർബ്സ് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് മാരിനേറ്റ് ചെയ്താണ് സാൽമൺ ഫിഷ് നോർമലി ഗ്രില്ല് ചെയ്യുന്നത്. ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യാതെ കഴിക്കുന്നവരും ഒരുപാടുണ്ട്. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തന്നെ മറിച്ചിട്ട് രണ്ടാമത്തെ സൈഡും ഫ്രൈ ചെയ്ത ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് സാൽമൺ ഫിഷ്. വളരെ എക്സ്പെൻസീവ് ആണെങ്കിലും ഒരു തവണയെങ്കിലും ഇതൊന്ന് കഴിച്ചു നോക്കേണ്ട ഒരു ഫിഷ് തന്നെയാണ് സാൽമൺ. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സാൽമൺ ഫിഷ് കേരള സ്റ്റൈലിൽ ഫ്രൈ ചെയ്തത് റെഡിയായി കഴിഞ്ഞു. കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ ഫ്ലഷ് കുക്ക് ചെയ്തപ്പോൾ നല്ല പിങ്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഓയിലി ആൻഡ് ജ്യൂസി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.